നമുക്കുണ്ടായോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യത കുറവാണ് ന്യായമായിട്ടും. കാരണം ഞാനവിടെ ഇല്ലല്ലോ. കാരണം ആക്ച്വലായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൂ ആക്ച്വലി കേരളത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഹോമം ചെയ്യുന്ന ഒരു വളരെ അധികം നോളജ് ഉള്ള ഒരാൾ തന്നെയാണ്. ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെർബ്സ് അല്ലെങ്കിൽ അതിന്റെ തണ്ട്, അതിന്റെ വേരൊക്കെ കത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്യൂംസ് ഉണ്ട്. ഈ ഫ്യൂംസിൽ പലതരത്തിലുള്ള ആൽക്കലോയിഡ്സും പലതരത്തിലുള്ള നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാനോ ബ്രെയിനിന്റെ ന്യൂറോൺസിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള പല ആൽക്കലോയിഡ്സും അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് ശ്വസിക്കുന്ന സമയത്ത്, ആ ഫ്യൂംസ് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ന്യൂറൽ ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മേ ബി നമ്മുടെ ചിന്തകളെയോ നമ്മുടെ ന്യൂറോ കെമിക്കൽസിനെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോമം നടക്കുന്ന സമയത്ത് നമ്മളവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അവിടെ പ്രസന്റ് ആണെങ്കിൽ, ആ ഫ്യൂംസ് നമുക്ക് നേരിട്ട് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു സയന്റിഫിക് ഇമ്പാക്ട് ഉണ്ടാവേണ്ടതാണ്. ഇതുമായി പൊന്നാര ചേട്ടാ, ഈ ഹോമത്തിന് യാതൊരുവിധ സയന്റിഫിക് അടിസ്ഥാനോ അല്ലെങ്കിൽ ശാസ്ത്രീയതയൊന്നുമില്ല. അപ്പൊ ഇയാളിത് എന്താ പറയാ, ഹോമത്തിന് എന്തോ ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനം ഉണ്ടാവും. പക്ഷെ ഹോമം ചെയ്യുന്ന ആളുകൾ അവിടെ ഇരുന്ന് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ അത് വെറുതെ വഴിപാടായിട്ട് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് ചെയ്താൽ ഹോമത്തിന് ഫലം കിട്ടിക്കോളണമെന്നൊന്നുമില്ല. ഹോമത്തിന് ഫലം കിട്ടണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. എന്താണ് ഹോമത്തിന് അവിടെ തന്നെ ഇരുന്നുണ്ടാവുക ഈ ഫലം ഉണ്ടാവുക? അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ മൂക്കിലേക്ക് കുറെ പുക അടിച്ചു കയറി, ഈ കാർബൺ മോണോക്സൈഡ് കുറെ അടിച്ചു കയറിയിട്ട് എന്തെങ്കിലും ശരീരത്തിന് മോശമായ അവസ്ഥ ഉണ്ടാവുക എന്നല്ലാതെ യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഹോമം എന്നൊക്കെ പറഞ്ഞാല് പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന, പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിച്ചിരുന്ന കാലത്ത് ആകാശത്ത് ഏതോ മുകളില് ദൈവം ഇരുന്നിട്ട് ഇന്ദ്രനും ചന്ദ്രനും ഒക്കെ അവിടെ ഇരുന്നിട്ട് മനുഷ്യനെ അനുഗ്രഹിക്കും എന്ന് മനുഷ്യൻ വിചാരിച്ചിരുന്ന കാലഘട്ടത്തില് അവർക്ക് ആ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അഗ്നിയില് എന്താ പറയാ, ഈ കുറെ ഈ പറഞ്ഞ ദ്രവ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ദ്രവ്യങ്ങളൊക്കെ ദൈവത്തിന്റെ അടുത്ത് എത്തുന്നു. അത് കിട്ടിയിട്ട് ഈ ദൈവം എന്താണ് പ്രസാദപ്പെട്ട് മനുഷ്യനെ അനുഗ്രഹിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന മനുഷ്യരുണ്ടാക്കിയ സങ്കല്പങ്ങളാണ് ഈ ഹോമത്തിലൊക്കെ ഉള്ളത്. അല്ലാതെ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇപ്പൊ സോമയാഗം എന്ന് പറഞ്ഞ ഒരു യാഗമുണ്ട്. ഈ സോമയാഗത്തിൽ എന്താണ്, ഈ സോമം എന്ന് പറഞ്ഞ ഒരു കഞ്ചാവ് പോലുള്ള ഒരു ചെടീന്റെ ഒരു നീരാണ് സോമം. ഇത് കുടിച്ച മനുഷ്യന്മാർക്ക് ഭയങ്കര എന്താ പറയാ മത്ത് കിട്ടി, അവർക്ക് ഭയങ്കര കിക്ക് കിട്ടിയപ്പോ ഈ സോമരസം ദൈവത്തിന് എത്തിച്ചാല്, മേലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് ആ ദൈവം ഈ സോമം കുടിച്ചിട്ട് കിക്കായിട്ട് ഇവരെ സഹായിക്കുന്നു വിചാരിച്ചിട്ട് ആ ദൈവത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അഗ്നിയില് എന്താ പറയാ ഈ സോമം ഒഴിച്ചിട്ട് ചെയ്യുന്ന ഒരു യാഗമാണ് സോമയാഗം എന്ന് പറഞ്ഞാല്. അത്രേ ഉള്ളൂ ഇതിന്റെ സയന്റിഫിക് സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ ഇതിന് ഭയങ്കര ശാസ്ത്രീയമായ മാനങ്ങളൊന്നുമില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഭയങ്കര എന്തോ ശാസ്ത്രീയ മാനുണ്ട്. അതായത് ഇത് കത്തുമ്പോൾ ആൽക്കലോയിഡ്സ് മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട്, മൂക്കിന്റെ ഉള്ളിൽ കൂടെ കയറുന്ന ആൽക്കലോയിഡ്സ് എങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലെത്തുക, രക്തത്തിലെത്തുക? അങ്ങനെ നിങ്ങൾക്ക് ആൽക്കലോയിഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അല്ലാതെ ഈ ഹോമം കത്തിച്ചിട്ട് കുറെ കാർബൺ മോണോക്സൈഡ് മൂക്കിലൂടെ വലിച്ചു കയറ്റിയാണ്ട് ശ്വാസകോശത്തിന് തകരാറുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇത്തരം അബദ്ധ പഞ്ചാംഗങ്ങൾ